അവർക്ക് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കെ.സി. വേണുഗോപാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം വരുന്നത് തന്നെയാണ് നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. ദില്ലിയിലെ കർഷകർ പൂർത്തിയാക്കി നേതാക്കൾ ഓരോരുത്തരും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതാക്കൾ ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, ഇനി ചർച്ചകളൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ ഇതിനുശേഷം അപ്രതീക്ഷിതമായ ഒരു ട്വീറ്റാണ് ഉണ്ടായിട്ടുള്ളത്. മുതിർന്ന കെ.പി.സി.സി അധ്യക്ഷന്മാരായിട്ടുള്ള എല്ലാവരെയും ദില്ലിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുകയാണ്. അത് കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം തന്നെ എറണാകുളത്ത് അടക്കമുള്ള നേതാക്കൾ. ഈ നേതാക്കളെല്ലാം ദില്ലിയിലേക്ക് നാളെ എത്തും. അവിടെ എത്തിയ ശേഷം വീണ്ടും ഒരു കൂടിയാലോചന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ കൂടിയാലോചന എന്ന് പറയുന്നത് നേരത്തെയുള്ള തീരുമാനം മാറ്റാനാണോ, അല്ല ഇനി ഇവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അതായത് കെ.പി.സി.സി അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഒരു ഐക്യകണ്ഠേന ഒരു തീരുമാന പ്രഖ്യാപനം ഉണ്ടായി. അതിനുവേണ്ടിയാണോ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള തീരുമാനമാണ് ഒരു ഭാഗത്ത് പറഞ്ഞു കിടക്കുന്നത്. മറുഭാഗത്ത് പറയുന്നത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ കേസിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ സമ്മർദ്ദം സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് തീരുമാനം മാറ്റി ഒരു സമവായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. പക്ഷേ ദില്ലിയിലേക്ക് വിളിച്ച നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കെ മുരളീധരനും വി എസ് സുധീരനും പ്രതികരിച്ചത് അങ്ങനെയാണ്. നേതാക്കൾ ദില്ലിയിൽ എത്തിച്ചേരും. അതിനുശേഷം എ.ഐ.സി.സി ഹൈക്കമാൻഡ് പ്രസിഡന്റുമായി ചർച്ച നടത്തും. ആ ചർച്ചയിൽ ശേഷം നാളെ തന്നെ പ്രഖ്യാപനം വരുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ നിൽക്കുന്ന നേതാക്കൾക്കൊക്കെ തന്നെ ഒരു ആശങ്ക കൂടി നേടിയിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനമാണ് എങ്കിൽ അത് കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും വരിക. മറ്റ് സമവായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ സീനിയർ നേതാവിന്റെ പരിഗണന കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാം എന്നതിനുള്ള മാറ്റിയും കടുപ്പെടുത്തും ഒക്കെ തന്നെ ചില കോഡുകൾ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വീകാര്യനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുക, ധനകാര്യം പോലുള്ള പ്രധാന വകുപ്പ് വി.ഡി. സതീശന് നൽകുക, ഒപ്പം തന്നെ കെ.പി.സി.സി നിലവിലെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന് റവന്യൂ പോലുള്ള വകുപ്പ് നൽകി ഈ സെറ്റിൽമെന്റിലേക്ക് പോവുക എന്നതാണ്. അതുണ്ടാകുമ്പോൾ മറിച്ച് ഈ സമ്മർദ്ദമാണ് വിജയിക്കാൻ മറിച്ച് എ.ഐ.സി.സി ഹൈക്കമാൻഡ് മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തതുപോലെ ഉള്ള തീരുമാനം കെ.സി. വേണുഗോപാലിനെ തന്നെയാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ദില്ലിയിൽ നാളെ നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. പക്ഷേ പല അണികളിൽ ഈ തീരുമാനം വൈകുന്നതിനുള്ള നിരാശ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളായി വരുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം പലരും നേതാക്കൾ നേരിട്ട് തന്നെ പോസ്റ്റിടുകയാണ്. ഈ അതിർത്തിക്ക് മറുപടി പറയാൻ കഴിയാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇപ്പോൾ വ്യക്തമാണ്. അവരുടെയും മുഖ്യമന്ത്രി തർക്കത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾ തമ്മിൽ പോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വേണ്ടി വ്യാപക പ്രചാരണം. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്ന തലക്കെട്ടോടെയാണ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. വി.ഡി. സതീശനായി സോഷ്യൽ മീഡിയ നീക്കം പെയ്ഡ് പ്രൊമോഷൻ എന്ന മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന ഹൈക്കമാൻഡ് താക്കീത് തള്ളിയാണ് സതീശന് അനുകൂലികളുടെ നീക്കം. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നാണ് സതീശൻ അനുകൂലികളുടെ പ്രചരണങ്ങളുടെ തലക്കെട്ട്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന നിലയ്ക്കാണ് പ്രചാരണം ഒഴുകുന്നത്. 32 എം.എൽ.എമാരുടെ പിന്തുണ വി.ഡി. സതീശനാണെന്ന് പ്രചരണത്തിൽ പറയുന്നു. ഇതിനു പുറമെ സ്വകാര്യ ചാനലിന്റെ മുഖ്യമന്ത്രി സർവേയും വി.ഡി. സതീശൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സർവേയിൽ പങ്കെടുത്ത് വി.ഡിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അനുകൂലികൾ ആവശ്യപ്പെടുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ സ്വകാര്യ ചാനലിന്റെ ഡിജിറ്റൽ
പരിഭവത്തിലാണ് ഇത്തരത്തിൽ സർവേ നിർദ്ദേശപ്പെട്ടത്. ജില്ലയിലെ കൃഷിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രമോഷനും പാടില്ല എന്ന് AICC കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ പുല്ലുവില കൊടുത്തുകൊണ്ടാണ് BD ക്യാമ്പ് വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നത്. അതേസമയം ഇത്തരം സമ്മർദ്ദത്തെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. കഴിയുന്നു തിരുവനന്തപുരം. അവരുടെ കണ്ണിലും മറ്റുള്ളവരുടെ കഥയിലും ഒരാൾ മുഖ്യമന്ത്രിയാവുന്നതിന് പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. MLA മാരിൽ ഒരാളാണ്